അതുപോലെ തന്നെ ഇത്തവണ ചന്ദ്രഗ്രഹണം ഉള്ളതുകൊണ്ട് തന്നെ ഉച്ചയ്ക്ക് മുന്നേ തന്നെ താലപ്പൊലി നടക്കി വെക്കുന്നതെല്ലാം അതുപോലെ തന്നെ പൊങ്കാല നേദിക്കുന്നതെല്ലാം ഇത്തവണ കുറച്ച് നേരത്തെയാണല്ലോ. അപ്പോൾ അതൊക്കെ കൂടുതൽ ഇപ്പോൾ വരുന്നവർക്കായാലും പൊങ്കാലയിടാൻ വരുന്നവർക്കായാലും കൂടുതൽ സൗകര്യപ്രദമായി മാറുമായിരിക്കും അല്ലേ? വളരെ കാലക്കൂട്ടി തന്നെ നമ്മൾ ഇതിൻ്റെ അനൗൺസ്മെൻറ്റ്സ് നമ്മുടെ ഈ മീഡിയ ആൻഡ് ഇൻഫർമേഷൻ കമ്മിറ്റിയിൽ ഇത് പറഞ്ഞിട്ട് നമ്മൾ ആദ്യത്തെ പ്രസ് മീറ്റ് നടന്നപ്പോൾ തന്നെ നമ്മളിത് പറഞ്ഞു കഴിഞ്ഞു. മാക്സിമം നമ്മുടെ മീഡിയ വഴി ഇതിനൊരു പബ്ലിസിറ്റി കൊടുക്കണം. അതായത് 3 o'clock to 7 നമുക്കിത് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. അമ്പലത്തിൽ ദർശനം ഉണ്ടാവില്ല. എല്ലാ വർഷവും ത്രൂ ഔട്ട് നമ്മൾ തുറന്നു വെക്കുന്ന നടയാണ്. അപ്പോൾ ഈ ഒരു ചന്ദ്രഗ്രഹണം കാരണം നമുക്കൊരു 4 മണിക്കൂർ നമുക്കിത് പറ്റില്ല. അപ്പോൾ അതിന്തുകൊണ്ട് നമ്മൾ നമ്മുടെ ഭക്തജനങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, മാക്സിമം നമ്മളുടെ കൂടെ സഹകരിച്ചാൽ മാത്രമേ നമുക്കിത് ചെയ്യാൻ പറ്റുള്ളൂ. അത് കാരണം നമ്മുടെ കുത്തിയോട്ടം 1.5 മണിക്കൂർ 1.5 വരെ റെസ്ട്രിക്റ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പം ശരിക്കും പല ആൾക്കാരും വൈകിട്ട് 7 മണി വരെ ഇത് കൊണ്ടുവരുന്ന ഒരു രീതിയാണ് നമ്മൾ കണ്ടുവരുന്നത്. അപ്പം നമ്മളതെല്ലാം ഇപ്രാവശ്യം നമുക്കുള്ള ഈ ഒരു ചന്ദ്രഗ്രഹണം കാരണം 1:30-ക്ക് മുമ്പ് മാക്സിമം ചെയ്ത് തീർക്കണമെന്ന് അവരോട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. മാക്സിമം മീഡിയ വഴിയും നമുക്കതിനൊരു പബ്ലിസിറ്റി കൊടുക്കാനായിട്ട് ഇന്നത്തെ പ്രസ് മീറ്റിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇത്തവണത്തെ പൊങ്കാലയ്ക്ക് മറ്റൊരു പ്രത്യേകതയുണ്ട്. ഇത്തവണ നേരത്തെയാണ് പൊങ്കാല നേദിക്കുന്നതും. കാരണം ഇത്തവണ ചന്ദ്രഗ്രഹണം നടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പൊങ്കാല ഇടാൻ എത്തുന്നവർ അതുപോലെ തന്നെ താലപ്പൊലി നേർച്ച നടത്തുന്നവരൊക്കെ തന്നെയും ഉച്ചയ്ക്ക് മുമ്പായി അതെല്ലാം അമ്പലത്തിലെത്തി നടത്തിക്കൊള്ളണം എന്നാണ് ഇവിടെ നിന്ന് അറിയിച്ചിരിക്കുന്നത്.